ബൈബിളിലെ മറിയവും ബൈബിളിലെ യേശുവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ബൈബിളും കത്തോലിക്ക സഭകളും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ആശയങ്ങളാണ് വച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ വ്യത്യസ്തമാണ്, വ്യത്യസ്തതയുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശു മറിയത്തിൽ നിന്നല്ല, വാസ്തവത്തിൽ മറിയത്തിലൂടെയാണ് ജനിച്ചത്. മറിയത്തിലൂടെ യേശു ജനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മറിയത്തിൽ ഉരുവായത് ദൈവമല്ല, ദൈവത്തിന് ഒരു ഭൗതിക ശരീരമാണ്. യേശുവിൻ്റെ മനുഷ്യ ശരീരം മറിയത്തിൽ ഉരുവാകുവാൻ ആരംഭിച്ചത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം മൂലമായിരുന്നു. അതുകൊണ്ടാണ് ജനിക്കാൻ പോകുന്ന ശിശുവിനെ ദൈവപുത്രൻ എന്ന് ദൈവവചനം അഭിസംബോധന ചെയ്യുന്നത്. മാത്രമല്ല, യേശു സാധാരണ ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്ന് ഉരുവാകുന്ന രീതിയിൽ മറിയത്തിൽ നിന്ന് ഉരുവായിട്ടില്ല. യേശു തന്നെ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്. അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാൻ ഏറ്റവും വലിയവനാണ്. എന്നാൽ യേശു തന്നേക്കാൾ വലിയവനാണ് എന്ന് ഈ യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മനുഷ്യരൂപം എടുത്തിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും വലിയവൻ യേശുവാണ് എന്നും സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാണ് എന്നും ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, യേശു മറിയത്തിൽ നിന്ന് ഉരുവായത് മറ്റേത് മനുഷ്യരും തങ്ങളുടെ മാതാക്കളിൽ നിന്ന് ഉരുവാകുന്നത് പോലെയല്ല എന്നാണ്. അതായത് യേശു മറിയത്തിൽ നിന്നല്ല, മറിയത്തിലൂടെയാണ് ജനിച്ചത്. മറിയത്തിലൂടെ ജനിക്കുന്നതിന് മുമ്പേ അവൻ ദൈവപുത്രനായിരുന്നു, സാക്ഷാൽ ദൈവമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അവൻ നിത്യതയിൽ നിലനിന്നിരുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യരൂപമെടുത്തപ്പോൾ മറിയത്തിലൂടെ ജനിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് യേശു മറിയത്തോടല്ല, മറിച്ച് മറിയം യേശുവിനോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ ദൈവത്വം മറിയത്തിൽ നിന്ന് ആരംഭിക്കുന്നതോ മറിയത്തോടോ ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടതോ അല്ല. യേശുവിൻ്റെ ദൈവത്വം പരിശുദ്ധാത്മാവ് വഴിയായി മറിയത്തിലൂടെ മനുഷ്യരൂപം എടുത്തു എന്ന് മാത്രം. അത് യേശുവിന് മറിയത്തോടുള്ള കടപ്പാടാവുകയില്ല, മറിച്ച് മറിയത്തിന് ഒരു വലിയ അനുഗ്രഹമായി തീരുകയാണ് ചെയ്തത്. ദൈവത്തിന് ഏത് കന്യകയെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു എന്നുള്ള വസ്തുത നാം മറന്നുപോകരുത്. എന്നാൽ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തതുകൊണ്ട് മറിയം ഭാഗ്യവതിയായി. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നാണ് മറിയം പറഞ്ഞത്. ദൈവത്തിന് ആരോടും കടപ്പാടില്ല. അതിനാൽ ദൈവത്തിന് മറിയത്തോട് കടപ്പാടൊന്നുമില്ല. എന്നാൽ മറിയമാകട്ടെ തൻ്റെ ജീവനും രക്ഷയ്ക്കുമായി യേശുവിനോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യന് തൻ്റെ മാതാവിനോടുള്ള കടപ്പാട് യേശുവിന് മറിയത്തോടുള്ളതായി നാം കാണുന്നില്ല. യേശു മറിയത്തിൻ്റെ കർത്താവും രക്ഷിതാവുമാണ്. യേശു മറിയത്തെ അമ്മ എന്ന് വിളിച്ചതായി ബൈബിളിൽ നാം കാണുന്നില്ല. എന്നാൽ മറിയം യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചതായി നാം കാണുന്നു. ഇത് ബൈബിളിൻ്റെ ആധികാരികതയുടെയും യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെയും ഉത്തമമായ തെളിവാണ്. യേശു മറിയത്തിനും മുമ്പേ ഉള്ളവനാണ്. യേശു ക്രിസ്തു ദൈവമാണ്, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ആ രീതിയിൽ യേശു ക്രിസ്തുവിന് ആരംഭവും അവസാനവുമില്ല. അവൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. യേശു എല്ലാത്തിനും മുമ്പേ ഉള്ളവനാണ്. അബ്രഹാമിനും മറിയത്തിനുമൊക്കെ മുമ്പേ യേശു ഉണ്ടായിരുന്നു. മറിയം ജനിക്കുന്നതിന് പോലും മുമ്പേ, വളരെ മുമ്പേ, അനാദി മുതലേ യേശു ദൈവമായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടും പാപത്തിൻ്റെ ശിക്ഷ മരണമായതുകൊണ്ടും മനുഷ്യർ നിത്യ നരകത്തിനും അർഹരായി തീർന്നു എന്നുള്ളതാണ് സത്യം. തൻ്റെ സ്നേഹവും കരുണയും നിമിത്തം ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ നീതിയിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ പാപമില്ലാത്ത ഒരുവൻ ഏറ്റെടുത്ത് മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ മനുഷ്യവർഗത്തിന് വേണ്ടി ശിക്ഷ അനുഭവിക്കുവാൻ വേറൊരാളെ നിയോഗിക്കുന്നത് അനീതിയായതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ ശിക്ഷ
സ്വയം ഏറ്റെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ പരിശുദ്ധ ത്രിത്വമായി വെളിപ്പെട്ട ദൈവം, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ദൈവപുത്രൻ മനുഷ്യനായി ജനിക്കാനും മനുഷ്യർക്കു വേണ്ടി മരിക്കാനും ദൈവിക തീരുമാനമുണ്ടായി. അങ്ങനെ ദൈവം സ്വയം മരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം മറിയമെന്ന കന്യകയിലൂടെ മനുഷ്യനായി അവതരിച്ചു. ഈ ദൈവമനുഷ്യൻ്റെ പേരാണ് യേശു ക്രിസ്തു. അവൻ മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഈ ഭൂമിയിൽ ഒരു സ്ഥലത്ത് നസറായനായ യേശു എന്ന പേരിൽ അവൻ അറിയപ്പെട്ടു. നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചു. യേശു ക്രിസ്തു ഒരേ സമയം പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമാണ്. മറിയം യേശു ക്രിസ്തുവിൻ്റെ ദൈവികതയുടെ അമ്മയല്ല. യേശു ക്രിസ്തു മറിയത്തിലൂടെ ജഡമെടുക്കുക മാത്രമാണ് ചെയ്തത്, മനുഷ്യരൂപമെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അവിടുന്ന് എനിക്കായി ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യ ശരീരം സജ്ജമാക്കി കൊടുത്തത് പിതാവായ ദൈവമായിരുന്നു എന്ന് അതിൽ നിന്നും വ്യക്തമാണ്. അതായത് ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ചത് മറിയം എന്ന മനുഷ്യ സ്ത്രീയിൽ നിന്നാണ്. അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല. കാരണം ആദിയിൽ മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് ഈ യേശു ക്രിസ്തു തന്നെയായിരുന്നു. യേശു തൻ്റെ അമ്മയായ മറിയത്തിന് സാധാരണ വിശ്വാസിക്കുള്ളതിനേക്കാൾ ഉന്നതമായ പദവിയൊന്നും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ വചനത്തിൽ നിന്നും കാണുന്നുണ്ട്. മറ്റുള്ളവർ മറിയത്തെ പുകഴ്ത്തുന്നത് യേശു അംഗീകരിച്ചില്ല. ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ മറിയത്തേക്കാൾ അനുഗ്രഹീതരാണ് എന്ന് യേശു വ്യക്തമാക്കി. നാം ഇത് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇത്തരം വൈകാരിക പ്രതികരണങ്ങളെ അംഗീകരിക്കുകയല്ല, മറിച്ച് സത്യത്തിൽ അധിഷ്ഠിതമായ മൂർച്ചയുള്ള മറുപടി കൊടുക്കുകയാണ് യേശു ചെയ്തത്. യേശു മറിയത്തെ അമ്മ എന്നോ പ്രഭു എന്നോ വിളിച്ചതായി ബൈബിളിൽ ഒരിടത്തും നാം കാണുന്നില്ല. മറിച്ച് യേശു മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. യേശു മറിയത്തെ അമ്മ എന്ന് വിളിക്കാതിരുന്നത് യാദൃശ്ചികമായ ഒരു സംഭവമായി കാണുന്നത് ശരിയല്ല. യേശു സ്വർഗീയ കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. നിത്യതയിൽ മറിയം യേശുവിൻ്റെ അമ്മയല്ല, മറിച്ച് യേശുവിൻ്റെ ശരീരമായ സഭയിലെ ഒരംഗമാണ്. രക്ഷ പ്രാപിച്ചവരായ നാം നിത്യതയിൽ യേശുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യും എന്നതുപോലെ തന്നെ മറിയവും നിത്യതയിൽ യേശുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ, സുവിശേഷത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നവർ, അവരൊക്കെയും അവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം പ്രാപിക്കുകയും മറിയത്തെക്കാളും ഭാഗ്യവാന്മാരാകുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു സാധ്യത യേശുവിൻ്റെ വചനത്തിൽ നിന്നും വളരെ വ്യക്തമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനുള്ള ഒരു തുറന്ന മനസ്സ് സത്യസന്ധതയുള്ള ഒരു മനസ്സിൻ്റെ ലക്ഷണമാണ്. മറിയം തൻ്റെ മാതൃത്വം ഊന്നിപ്പറയുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം യേശു തൻ്റെ ദൈവത്വം ഊന്നിപ്പറഞ്ഞ് സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ തിരുനാളിൽ ദേവാലയത്തിൽ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ പിതാവും, അതായത് യോസഫും, ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് അന്ന് അവർ ഗ്രഹിച്ചില്ല എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമെന്ന് ഇന്ന് പലരും പറഞ്ഞ് പ്രശംസിക്കുന്ന മറിയത്തിന് അന്ന് 12 വയസ്സുള്ള യേശു പറഞ്ഞത് ഗ്രഹിക്കാനോ യേശു വഴിയാത്രയിൽ തങ്ങളോടുകൂടെ ഇല്ല എന്ന് മനസ്സിലാക്കുവാനോ മാത്രമുള്ള ബോധം ഉണ്ടായിരുന്നില്ല, ജ്ഞാനമുണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം, എന്ന സത്യം ഇവിടെ നാം അറിയണം. മാത്രമല്ല, യേശു തൻ്റെ ഉയർപ്പിന് ശേഷം ഏകാഗ്രതയോടുകൂടെ തന്നെ അന്വേഷിച്ചിരുന്ന മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷനായി.
എന്നാൽ തൻ്റെ അമ്മയായ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതായി യാതൊരു തെളിവുമില്ല. ഇതിൽ നിന്നും യേശു തൻ്റെ അമ്മയായ മറിയത്തിന് പ്രത്യേക പരിഗണനകളൊന്നും കൊടുത്തിട്ടില്ല എന്നും യേശുവിൻ്റെ സ്നേഹവും പരിഗണനകളും തന്നെ സ്നേഹിക്കുന്ന അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതാണ് എന്നും വ്യക്തമാക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ നീതി. ഒരുവൻ അവനോട് ചോദിച്ചു, നിൻ്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അതാണ് ക്രിസ്തീയ കാഴ്ചപ്പാട്, അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമെന്ന നിലയിൽ തൻ്റെ മേൽ മറിയത്തിന് അധികാരമില്ലെന്നും മറിയം തൻ്റെ ദൈവത്വത്തിൻ്റെ അമ്മയല്ലെന്നും യേശു ഇവിടെ വ്യക്തമാക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവപുത്രൻ്റെ ശുശ്രൂഷയിൽ മറിയത്തിന് അധികാരമൊന്നുമില്ല എന്ന് യേശു വ്യക്തമാക്കി. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷകനെന്ന നിലയിൽ ദൈവപുത്രനായ യേശു മറിയത്തെയും തൻ്റെ സഹോദരരെയും മറ്റ് വിശ്വാസികളിൽ നിന്നും വ്യത്യസ്തരായോ എന്തെങ്കിലും പ്രത്യേകതയുള്ളവരായോ കണ്ടില്ല എന്നുള്ള ദൈവവചന സത്യം നാം ഗ്രഹിക്കണം. കാരണം മറിയത്തിന് പോലും യേശുവുമായി നിത്യതയിൽ നിലനിൽക്കുന്ന ബന്ധമുണ്ടാകണമെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണമായിരുന്നു. യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ജീവിതകാലത്ത് മറിയത്തിൻ്റെ ആദ്യജാതനെന്ന തൻ്റെ ബന്ധത്തെയല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏകജാതനാണെന്നുള്ള ബന്ധത്തെയാണ്, ഏക പ്രത്യക്ഷതയാണ് എന്നുള്ള ബന്ധത്തെയാണ്, ആ ഒരു സത്യത്തെയാണ് ഊന്നിപ്പറഞ്ഞിട്ടുള്ളത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും. പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവർക്കെല്ലാം മറിയത്തോടൊപ്പം സ്ഥാനമുണ്ട് എന്ന് യേശു വ്യക്തമാക്കി. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും. വാസ്തവത്തിൽ ഈ അടിസ്ഥാനത്തിലാണ് മറിയം യേശുവിൻ്റെ അമ്മയായിത്തീരുന്നത്. ആ അർത്ഥത്തിൽ യേശുവിൻ്റെ അമ്മയെപ്പോലെ യേശുവിനോട് അടുത്ത ബന്ധം സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കുമുണ്ട്, എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. അതുകൊണ്ട് മറിയത്തിൽ കൂടെ മാത്രമേ യേശുവിലേക്ക് കടക്കാൻ പറ്റൂ, സമീപിക്കാൻ പറ്റൂ, അപ്രോച്ച് ചെയ്യാൻ പറ്റൂ എന്നുള്ള വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും ദൈവവചനവിരുദ്ധവും സത്യവിരുദ്ധവുമാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണമെന്ന് മാത്രമാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ടാണ് മറിയം ഭാഗ്യവതിയായത് എന്നുള്ളത് നാം മറന്നു പോകരുത്. കാരണം യഥാർത്ഥത്തിൽ യേശുവുമായുള്ള ജഡരക്തങ്ങളിലുള്ള ബന്ധമല്ല ഒരാളെ ഭാഗ്യവതിയോ ഭാഗ്യവാനോ ആക്കുന്നത്, മറിച്ച് ആത്മീയ ബന്ധമാണ്. ദൈവം അരൂപിയാണ്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യേശു ജഡരക്തങ്ങളിലുള്ള ബന്ധത്തേക്കാൾ ആത്മീയ ബന്ധങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ദൈവസന്നിധിയിൽ ഒരു ജഡവും അഹങ്കരിക്കാതിരിക്കാനാണ് ഇത്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല, യേശുവിനെ പോലും ഇനി ജഡപ്രകാരം അറിയുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ ആ ആത്മീയ ബന്ധമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അണിക്കല്ലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നാം ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥമായ ക്രിസ്തു ഭക്തർക്ക്, പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവർക്ക്, ക്രിസ്തുവിനെ അനുസരിക്കുന്നവർക്ക് ഇവൻ മറിയത്തേക്കാൾ കൂടുതൽ ഭാഗ്യം ലഭിക്കാം എന്നുള്ളതാണ് ദൈവവചന സത്യം. അതുകൊണ്ട് വിശുദ്ധന്മാരോടോ മറിയത്തോടോ ഒന്നും മധ്യസ്ഥത അപേക്ഷിച്ച് ക്രിസ്തുവിലേക്ക് സമീപിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ചില ചിന്തകൾ കൂടി നമുക്ക് ചിന്തിക്കാം. ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. മറിയം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളായത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് കൊണ്ട് മാത്രമാണ്. മറിയത്തിന് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ മേൽ യാതൊരു അധികാരമോ സ്വാധീനമോ ഇല്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും യേശുവിനാണ് ഉള്ളത് എന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയം ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും
അത് അനുസരിക്കുകയും അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്ന മറ്റൊരാളേക്കാൾ വലിയവളോ അനുഗ്രഹീതയോ പുകഴ്ചയ്ക്ക് യോഗ്യയോ അല്ല എന്ന് യേശു തന്നെ ബൈബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ മറിയം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയല്ല. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്കെല്ലാം തൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഒക്കെ ആകുവാനുള്ള ഭാഗ്യവും അവസരവും യേശു ക്രിസ്തു നൽകിയിരിക്കുന്നു. അതിനാൽ മറിയത്തിന് ലഭിച്ച ഭാഗ്യവും അനുഗ്രഹങ്ങളും യേശുവിൽ വിശ്വസിച്ചാൽ താങ്കൾക്കും നൽകുവാൻ തക്കവിധം സ്നേഹസമ്പന്നനും ഔദാര്യവാനുമാണ് ദൈവം എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറിയത്തേക്കാൾ, ബൈബിളിലെ മറിയത്തേക്കാൾ ഭാഗ്യം ഉള്ളവനായി തീരാം. ദൈവത്തിൻ്റെ സാധ്യതകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ. നിന്നെ വഹിച്ച ഗർഭപാത്രവും നിന്നെ പാലൂട്ടിയ മുലകളും അനുഗ്രഹീതങ്ങളാണ് എന്ന ആൾക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ പറഞ്ഞതിന് മറുപടിയായി യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരാണ് കൂടുതൽ അനുഗ്രഹീതരെന്ന്. അപ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ സൃഷ്ടാവ് ആരാണ്? യേശു ക്രിസ്തു അല്ലേ? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വചനത്തിൽ നാം വായിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി എന്ന് കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവാണ് നമ്മുടെ സൃഷ്ടാവ്. നമ്മുടെ പാപത്തിന് പരിഹാരാർത്ഥം മനുഷ്യനായി അവതരിച്ച ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളുടെ പേരാണ് യേശു ക്രിസ്തു. എൻ്റെ പാപത്തിന് പരിഹാരാർത്ഥമായി യേശു രക്തം ചിന്തി ക്രൂശിൽ മരിച്ചു. അത് യേശു മാത്രമാണ് ചെയ്തത്. അപ്പോൾ അത്രയേറെ സ്നേഹിച്ചവൻ വേറെ ആരുമില്ല. ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യരോട് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടമാക്കിയത് യേശുവോ മറിയമോ വിശുദ്ധരോ ആരാണ്? അത് യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തു എത്രയോ അത്ഭുതങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടി ചെയ്തത്. മറിയം ഭൂമിയിലായിരുന്നപ്പോൾ ഒരു അത്ഭുതമെങ്കിലും ചെയ്തോ? നമ്മൾ ചിന്തിക്കണം. യേശുവിനെ നമ്മൾ മറിയത്തിന് കീഴിലാക്കാൻ പാടില്ല. യേശു ദൈവമല്ലേ? ആ ദൈവത്തോട്, ഏറ്റവും സ്നേഹമുള്ളവനോട്, ഏറ്റവും സാമീപ്യമുള്ളവനോട്, ഏറ്റവും കരുണയുള്ളവനോട് അവനെ സമീപിക്കുവാൻ മറ്റു മധ്യസ്ഥരെ നാം എന്ത് തേടണം? അതൊക്കെ വാസ്തവത്തിൽ നമുക്ക് പറ്റിയ ഒരു മൂല്യച്യുതിയാണ്, ദൈവശാസ്ത്രപരമായ തകർച്ചയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പാപി മറിയത്തിൻ്റെ അടുക്കൽ രക്ഷ പ്രാപിക്കാൻ വന്നതായി ബൈബിളിൽ നാം കാണുന്നുണ്ടോ? മറിയത്തിൻ്റെ അടുക്കൽ രക്ഷ പ്രാപിക്കാൻ ഒരു പാപിയും വന്നിട്ടില്ല. യേശുവിൻ്റെ അടുക്കലേക്കാണ് അവർ വന്നത്. യേശുവാണ് പാപം ക്ഷമിച്ചത്. ഏതെങ്കിലും പാപികൾ യേശുവിൻ്റെ അടുക്കൽ പാപമോചനത്തിനും രക്ഷയ്ക്കുമായി വന്നിട്ടുള്ളതായി ബൈബിളിൽ പറയുന്നില്ല. അപ്പോൾ പാപികൾ യേശുവിൻ്റെ അടുക്കലാണ് പാപമോചനത്തിനും രക്ഷയ്ക്കുമായി കടന്നു വന്നിട്ടുള്ളത്. മറിയത്തിൻ്റെ അടുക്കൽ ആരെങ്കിലും രോഗസൗഖ്യത്തിനായി വന്നതായോ മറിയം ആരെയെങ്കിലും സൗഖ്യമാക്കിയതായോ ബൈബിൾ പറയുന്നില്ല. ആരെങ്കിലും യേശുവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിനായി വന്നതായി ബൈബിളിൽ പറയുന്നുണ്ടോ? അനേകർ യേശുവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിനായി വന്നു. മറിയത്തിൻ്റെ അടുക്കൽ ആരും വന്നിട്ടില്ല. അങ്ങനെ സഹായത്തിനായി യേശുവിനെ സമീപിച്ചവരെ യേശു ശകാരിച്ചതായോ ഉപേക്ഷിച്ചതായോ ബൈബിളിൽ യാതൊരു തെളിവുമില്ല. അങ്ങനെ വന്നവരെ എല്ലാം യേശു സഹായിച്ചിട്ടുണ്ട്, അവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ മധ്യേ യേശു തിരിഞ്ഞു നിന്ന് അവരെ സൗഖ്യമാക്കിയ അവസരങ്ങൾ നാം കാണുന്നുണ്ട്. യേശു എന്നെങ്കിലും ആരോടെങ്കിലും മറിയത്തിൻ്റെ അടുത്തേക്ക് പോകുക, അവൾ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശു എന്നെങ്കിലും ആരോടെങ്കിലും നിങ്ങൾ പോയി മറിയത്തിൻ്റെ ഒത്താശയുമായി മാത്രം, റെക്കമെൻഡേഷനുമായി, മധ്യസ്ഥവുമായി മാത്രം എൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല.
അപ്പോൾ ഇത്തരം മധ്യസ്ഥതകളുടെ കഥകളെല്ലാം വെറും കെട്ടുകഥകളാണ്, ഊഹാപോഹങ്ങളാണ്, ദൈവവചന സത്യത്തെ തകർത്ത് കളയുന്ന പാരമ്പര്യ നിർമ്മിതികളാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. യേശു പാപികളോട് എൻ്റെ അടുക്കൽ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ പാപം ക്ഷമിച്ചിട്ടുണ്ട് യേശു ഉണ്ടോ? അപ്പം പാപം ക്ഷമിക്കുവാനും മനുഷ്യരെ ആശ്വസിപ്പിക്കുവാനും എല്ലാം കഴിവുണ്ട് എന്നും യോഗ്യനാണ് എന്നും തെളിയിച്ച വ്യക്തി യേശു മാത്രമാണ് ബൈബിളിൽ. അപ്പം പാപികളെ രക്ഷിക്കാൻ കഴിവുള്ളത് മറിയത്തിനല്ല, യേശുവിനാണ് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിന് പാപികളോടുള്ള തൻ്റെ സ്നേഹവും കരുണയും അവരെ രക്ഷിക്കുവാനുള്ള തൻ്റെ കഴിവും ഇന്നും കുറഞ്ഞു പോയിട്ടില്ല, ഒട്ടും കുറഞ്ഞിട്ടില്ല. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ യേശു ഇന്നിപ്പോൾ പാപികളെ രക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ പിന്മാറ്റത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകുവാൻ പാടില്ല. യേശു തൻ്റെ ശക്തിയും അധികാരവും ഒന്നും മറിയത്തിന് ഒരിക്കലും കൈമാറ്റം ചെയ്തിട്ടില്ല. ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ മറിയം താൻ ഏതെങ്കിലും കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ബൈബിളിൽ വാഗ്ദാനം ചെയ്തിട്ടുമില്ല. മറിയത്തിനോ വിശുദ്ധർക്കോ ഇങ്ങനെ കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനോ മധ്യസ്ഥം വഹിക്കാനോ വാഗ്ദാനങ്ങൾ നൽകാനോ ഉള്ള അധികാരമോ ശക്തിയോ യേശു ക്രിസ്തു അവർക്ക് കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രത്യക്ഷതകളൊന്നും ദൈവത്തിൽ നിന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിനും ജനങ്ങൾക്കും മധ്യേ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ കഴിവുള്ള ഏക വ്യക്തി എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് യേശുവിനെക്കുറിച്ച് മാത്രമാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ താനോ മറ്റാരുമോ പറയുന്നതല്ല, മറിച്ച് യേശു പറയുന്നത് മാത്രമാണ് അനുസരിക്കേണ്ടതെന്നാണ് മറിയം പോലും അംഗീകരിച്ചിട്ടുള്ളത്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാനായിലെ കല്യാണത്തിൽ കാണുന്നത്. താൻ പറയുന്നതല്ല, യേശു പറയുന്നത് പോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ നേരിട്ട് സമീപിക്കാനും ദൈവത്തോട് നേരിട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും വഴികളുമെല്ലാം യേശു തൻ്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് നേടിത്തന്നു. അത് മനസ്സിലാക്കണം. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് യേശുവിനെ നമുക്ക് നേരിട്ട് സമീപിച്ചുകൂടാ? അപ്പോൾ ശത്രുവായ സാത്താൻ നമ്മുടെ കണ്ണിനെ കുരുടാക്കി വച്ചിരിക്കുന്നു, വെളിച്ചം തരാതെ ഇരിക്കുന്നു. അപ്പോൾ യേശുവിലേക്ക് നേരിട്ട് സമീപിക്കുവാനുള്ള ആ ഒരു വെളിച്ചം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രകാശിക്കട്ടെ. അതുകൊണ്ട് മറിയാരാധനയുടെ ഉത്ഭവവും അനേക ലക്ഷം ആരാധകരുണ്ടായിരുന്ന ഇസീസ്, ഡയാന മുതലായ ദേവതകളോടുള്ള ആരാധനയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നാം പരിശോധിക്കണം. മറിയത്തിൻ്റെയും വിശുദ്ധരുടെയും തിരുസ്വരൂപ വണക്കവും വിജാതീയരിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്നവരുടെ ദേവീ ദേവന്മാരോടുള്ള ആരാധനാ പാരമ്പര്യവും തമ്മിൽ ബന്ധം കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആദിമ സഭാ പാരമ്പര്യവും ബൈബിളും സഭാപിതാക്കന്മാരുടെയും സഭാ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളുമെല്ലാം മറിയം അമലോത്ഭവയല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നില്ലേ? റോമൻ കത്തോലിക്ക മതം യേശുവിൻ്റെ സഭയാണോ അതോ മറിയത്തിൻ്റെ സഭയാണോ? അവിടെ കൂടുതൽ ഉയർത്തപ്പെടുന്നത് പ്രായോഗിക ജീവിതത്തിൽ യേശുവാണോ മറിയമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറിയത്തിന് യേശുവിനേക്കാൾ മുൻതൂക്കം കൊടുക്കുന്നത് തെറ്റോ ശരിയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ റോമൻ കത്തോലിക്ക മറിയം എന്ന കൃത്രിമ മറിയം യേശു ക്രിസ്തുവിനെതിരെയുള്ള പിശാചിൻ്റെ തുറുപ്പ് ചീട്ടാണ് എന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ബൈബിൾ തുറന്നു വായിക്കുക, അതിൻ്റെ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ക്രിസ്തുവിലേക്ക് മറ്റാരേക്കാളും അധികമായി കടന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും ഫലപ്രദമാകുന്ന നുണ അത് 99% ശരിയാണെന്ന് തോന്നുന്നതായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ അവസാന കാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ ശക്തികൾ ലോകത്തിൽ മേധാവിത്വം സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനായി ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്നതിന് ഒരു സ്ത്രീ രൂപത്തിന് വളരെ ചെയ്യുവാൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? വെളിപ്പാടിൽ മൃഗത്തിന്മേൽ ഇരിക്കുന്നതായി യോഹന്നാൻ കാണുന്നതും ഒരു സ്ത്രീയെ തന്നെയല്ലേ? മറിയത്തിൻ്റെ ഇന്നത്തെ പ്രത്യക്ഷതകൾ അല്ലെങ്കിൽ ചരിത്രത്തിലുണ്ടായിട്ടുള്ള പ്രത്യക്ഷതകൾ പിശാചിൻ്റേതല്ലെന്നും
ഇത്തരം അത്ഭുതങ്ങളും ദർശനങ്ങളും പ്രത്യക്ഷതകളും പിശാചിന് സാധ്യമല്ലെന്നും വചനാടിസ്ഥാനത്തിൽ തെളിയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? കത്തോലിക്കർ, ഓർത്തഡോക്സ് യാക്കോബായർ മാത്രമേ കൊന്ത ഉപയോഗിക്കുന്നുള്ളൂ. കൊന്തയ്ക്ക് സമാനമായ ആത്മീയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു മതക്കാർ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയതയ്ക്ക് ഇത്തരം ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും ആവശ്യമുണ്ടോ? യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ സ്വഭാവം പഠിച്ചാൽ ഇന്നത്തെ കള്ളമറിയങ്ങളെ തിരിച്ചറിയുവാൻ താങ്കൾക്ക് കഴിയുകയില്ലേ? ക്രിസ്ത്യാനികളായ ആളുകൾ മറിയത്തിൻ്റെയോ വിശുദ്ധരുടെയോ പ്രത്യക്ഷതകളെയാണോ അതോ യേശുവിൻ്റെ വരവിനെയാണോ കാത്തിരിക്കേണ്ടത്? ദൈവവചനം എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഈ വിഷയങ്ങളെയൊക്കെ ആധാരമാക്കി നിങ്ങളൊന്ന് ചിന്തിച്ച് ദൈവവചനമൊന്ന് വായിച്ച് ക്രിസ്തുവിനോട് ഒരു പടി കൂടി അടുത്തു വരുവാൻ നിങ്ങളൊന്ന് ശ്രമിച്ച് അവൻ നിന്നോട് അടുത്തു വരും. മറിയം ദൈവത്തിൻ്റെ അമ്മയും നമ്മുടെ അമ്മയുമാണെന്നും നമ്മുടെ സങ്കടങ്ങളും അപേക്ഷകളും മറിയത്തിന് ഫലമേൽപ്പിക്കാമെന്നും മറിയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നമ്മെ തന്നെ മറിയത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി ഫലമേൽപ്പിക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ മറിയത്തോടൊപ്പം ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെന്നും നാം മറിയത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നതിലൂടെ കരുണയുടെ അമ്മയും സർവപരിശുദ്ധയുമായവൾക്ക് നാം വെറും പാവപ്പെട്ട പാപികളാണെന്ന് സ്വയം അഭിസംബോധന ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്നും നാം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നമ്മെ തന്നെ അവൾക്ക് കൈമാറ്റം ചെയ്യുന്നുവെന്നും അങ്ങനെ നമ്മുടെ മരണസമയം പോലും അവളുടെ സംരക്ഷണത്തിന് പൂർണ്ണമായും അടിയറ വയ്ക്കുവാൻ മാത്രം നമ്മുടെ ഉറപ്പ് വിശാലമാകുന്നുവെന്നും അവൾ നമ്മുടെ മരണസമയത്ത് നമ്മെ അമ്മയെപ്പോലെ സ്വീകരിച്ച് പറുദീസയിൽ യേശുവിൻ്റെ അടുത്തേക്ക് ആനയിക്കുമെന്നും റോമാമതം പഠിപ്പിക്കുന്നു. അത് അവരുടെ കാറ്റക്കിസം 2677, 2617, 2679 എന്നീ പാരഗ്രാഫുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മറിയത്തെ യേശു ക്രിസ്തുവിനേക്കാൾ ഉയർത്തുന്ന, നമുക്കും യേശു ക്രിസ്തുവിനും മധ്യേ മറിയമെന്ന ആ ഒരു വ്യക്തിയെ, ആ ഒരു സംവിധാനത്തെ, ആശയത്തെ, ബിംബത്തെ സ്ഥാപിക്കുന്ന ഒരു വലിയ ആസൂത്രിതമായ സംവിധാനമാണ് നാം ഇവിടെ കാണുന്നത്. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് കത്തോലിക്കർ ഏറ്റവും കൂടുതൽ ഉരുവിടുന്ന പ്രാർത്ഥന. മറിയത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ആത്മീയ സംവിധാനമാണ്, ഒരു മറിയ മതമാണ് കത്തോലിക്ക സഭയുടേത്. ഇത്തരം ബൈബിൾ വിരുദ്ധമായ തെറ്റായ ആശയങ്ങളുടെ കുടുക്കിലും അടിമത്തത്തിലും നാം അകപ്പെട്ടു പോയാൽ അത് ഒരു ബന്ധനമാണ്. കത്തോലിക്ക സഭയുടെ ഇത്തരം ആശയങ്ങളൊന്നും തന്നെ ബൈബിളിൽ നിന്നുള്ളതല്ല. ആ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെ അപകടകരമാണ്. ഇതെല്ലാം വെറും മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യനിർമ്മിതമായ പാരമ്പര്യങ്ങളും മാത്രമാണ്. അവർ പാരമ്പര്യങ്ങൾക്ക് ബൈബിളിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. നാം ആശ്രയം വയ്ക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ദൈവത്തോടാണ്, മറിയത്തോടല്ല എന്ന് ബൈബിൾ എത്രയോ ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് നമ്മെ സഹായത്തിനായി കാത്തിരിക്കുന്ന യേശുവിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്ന ഒരു വലിയ ശക്തിയായി ഇന്ന് റോമൻ കത്തോലിക്ക മറിയം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ കത്തോലിക്ക മറിയവും യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയവും ഒരാളല്ല എന്ന് അവരുടെ സ്വഭാവ സവിശേഷതകൾ തമ്മിൽ താരതമ്യം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ മറ്റൊരു ഭാഗത്ത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങളുടെ മരണസമയത്ത് പോലും മറിയത്തിൻ്റെ സംരക്ഷണത്തിന് അടിയറ വയ്ക്കുന്നവർ എന്നേക്കും നിരാശരായിത്തീരും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ആരുടെയും പ്രാർത്ഥന സ്വീകരിക്കുകയോ അവയ്ക്ക് ഉത്തരമരുളുകയോ ചെയ്യാത്ത സാക്ഷാൽ മറിയത്തെ ഇന്ന് പലരും മറക്കുന്നു. ബൈബിളിലെ യഥാർത്ഥ മറിയം ഒരിക്കലും ആരാലും ആരാധിക്കപ്പെട്ടിട്ടില്ല. ദൂതൻ മറിയത്തെ അഭിവാദനം ചെയ്തു, പക്ഷേ ആരാധിച്ചില്ല. എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്തു, പക്ഷേ ആരാധിച്ചില്ല. ഇടയന്മാർ ശിശുവിനായി ദൈവത്തെ സ്തുതിച്ചു, മറിയത്തെ ആരാധിച്ചില്ല. കിഴക്ക് നിന്നെത്തിയ ജ്ഞാനികൾ മറിയത്തെ അല്ല,
മറിച്ച് ശിശുവായ യേശുവിനെ അത്രേ ആരാധിച്ചത് എന്നൊക്കെയുള്ള വചന സത്യങ്ങൾ, ചരിത്ര സത്യങ്ങൾ നാം മറന്നു പോകരുത്. മറിയത്തോട് പ്രാർത്ഥിക്കാനുള്ള പ്രേരക ഘടകങ്ങൾ ആത്മീയമല്ല, മറിച്ച് ഭൗതികവും അവസരവാദപരവുമായ മറ്റൊരു സുവിശേഷമാണ്. പൊതുവെ മറിയത്തിൻ്റേതെന്ന് വിചാരിക്കപ്പെടുന്ന ദർശനങ്ങളിൽ യേശുവിൻ്റെ സന്നിധിയിൽ താൻ മധ്യസ്ഥം പറയാം എന്ന് പറഞ്ഞ് ചില ക്രിസ്തുവിരുദ്ധ ശക്തികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറിയത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുവാൻ പ്രത്യേക ഡിസ്കൗണ്ട്, ദണ്ഡവിമോചനം റോമാമതം വാഗ്ദാനം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം വഞ്ചനാത്മകമായ കെട്ടുകഥകളാണ്. ഇതെല്ലാം വഞ്ചനാത്മകമായ കെട്ടുകഥകളാണ് എന്നും ദൈവവചനത്തിൽ അവയ്ക്ക് യാതൊരു ആധാരവും അടിസ്ഥാനവുമില്ല എന്നും ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. തന്നെ ആരാധിക്കുന്നതിന് പ്രതിഫലമായി സാത്താൻ യേശുക്രിസ്തുവിന് ഈ ലോകത്തിലെ രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും വാഗ്ദാനം ചെയ്തു എന്ന കാര്യം ഈ സാഹചര്യത്തിൽ നാം ഓർക്കണം. ഇത്തരക്കാർ ക്രിസ്ത്യാനികളല്ല, മേരിയാനികളാണ്. ഇത്തരം ശുപാർശ മധ്യസ്ഥം വെറും ഭൗതിക നേട്ടങ്ങളെ ലാക്കാക്കുകയും ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനായി മനുഷ്യൻ്റെ ഊഹങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളത് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത്തരം ശുപാർശ മധ്യസ്ഥത്തിൽ വിശ്വസിക്കുന്നവർ ഈശ്വര വിശ്വാസികളാണ് എന്ന് അവർക്കും മറ്റുള്ളവർക്കും തോന്നിയേക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അവർ വെറും ഭൗതിക മനുഷ്യരും അവസരവാദികളും ദൈവവിശ്വാസമില്ലാത്തവരും ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്തവരുമാണ്. യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസികൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിൽ ലക്ഷ്യം വയ്ക്കുന്നവരല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നവരാണ്. അവർ സ്വർഗീയമായ അവകാശങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്നവരാണ്. അവർ വീണ്ടും ജനിച്ചതാണ്. അവർ വീണ്ടും ജനിച്ചത് ദൈവവചനത്താലാണ്, ക്രിസ്തുവിനാലാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കാണ് അവർ വീണ്ടും ജനിച്ചത്. അവർ ദൈവം കൊടുത്തിരിക്കുന്ന അവകാശങ്ങളെ ലക്ഷ്യമാക്കി, സ്വർഗീയമായ അവകാശങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്നവരാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലുള്ളതിനെയല്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ളത് തന്നെ അന്വേഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുമ്പോൾ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ദൈവമല്ലാത്ത ആളുകളുടെ പിന്നാലെ പോയി അവരോട് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതുമെല്ലാം ദൈവവചന വിരുദ്ധവും ദൈവവിരുദ്ധവും ദൈവകോപത്തിന് ഇടവരുത്തുന്നതുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സാത്താൻ അനേകരെ കൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേകർ യേശുവിനെ നേരിട്ട് സമീപിച്ചു. അതുകൊണ്ട് വിശുദ്ധരോടുള്ള മധ്യസ്ഥത തികച്ചും അനാവശ്യമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായ മാനുഷിക പാരമ്പര്യങ്ങളിലൂടെയാണ് ഇന്ന് ജനങ്ങളെ ഈ സാത്താൻ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും എപ്പോഴും യേശുവിനെ നേരിട്ട് സമീപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സക്കേവൂസും ശമരിയ സ്ത്രീയും അനേകം കുഷ്ഠരോഗികളും യേശുവിനെ നേരിട്ട് സമീപിച്ച് അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ പ്രാപിച്ച സംഭവങ്ങൾ ഇതിന് തെളിവാണ്. എന്നാൽ മറിയത്തെ തന്നെ മധ്യസ്ഥയാക്കണമെന്ന സ്വാർത്ഥലാഭേച്ഛയോടെ പിടിവാശി പിടിക്കുന്നവർക്ക് കാനായിലെ കല്യാണ സംഭവത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് തന്നെ അഭയം. ഇത്തരം മർക്കടമുഷ്ടി ആത്മാർത്ഥത കുറവ് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഉണ്ടാകുന്നതാണ്. അഥവാ മറിയത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് യേശു വെള്ളം വീഞ്ഞാക്കിയതെന്നിരിക്കട്ടെ, പക്ഷേ അതിനേക്കാൾ ചെറിയതല്ലാത്ത അനേക അത്ഭുതങ്ങൾ യേശു മറ്റു പലരുടെയും അഭ്യർത്ഥന പ്രകാരം ചെയ്തതായി നാം ബൈബിളിൽ കാണുന്നില്ലേ? മാർത്തയും മറിയയും കരഞ്ഞപ്പോൾ മരിച്ച ലാസറിനെ യേശു ഉയർപ്പിച്ചു. ചിലർ ആവശ്യപ്പെട്ടതനുസരിച്ച് ചെകിടന് കേൾവി നൽകി, കുരുടന് കാഴ്ച നൽകി. നയീനിലെ വിധവയുടെ കരച്ചിൽ കണ്ട് മരിച്ച ഏക മകനെ ജീവിപ്പിച്ചു. ഗലീലയിലെ കാനായിൽ വച്ച് ഭൃത്യൻ്റെ അപേക്ഷ പ്രകാരം മരിക്കാറായ മകനെ സൗഖ്യമാക്കി. പള്ളിപ്രമാണി അപേക്ഷിച്ചപ്പോൾ മരിച്ച മകളെ ജീവിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളിലെല്ലാം യേശുവിനോട് അപേക്ഷിച്ചവർക്കും മറിയത്തിന് കൊടുക്കുന്ന വണക്കം കൊടുക്കാത്തത്? ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ആർക്കും ആരുടെയും മധ്യസ്ഥത കൂടാതെ യേശുവിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കാമെന്നാണ്. യേശുവിനേക്കാൾ കരുണയുണ്ടെന്ന് അഭിനയിക്കുന്ന മറിയവും പാപികൾക്ക് സാമീപ്യനല്ലാത്ത യേശുവും ബൈബിളിലെ മറിയവും ബൈബിളിലെ യേശുവുമല്ല എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും. അവ മറിയത്തിൻ്റെയും യേശുവിൻ്റെയും ലേബലിൽ ആൾമാറാട്ടം നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന
കപടാത്മാക്കളാണ് എന്ന് ആത്മാവിൽ വെളിച്ചം പ്രാപിച്ചവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടാവില്ല. എന്നാൽ ബൈബിൾ പ്രകാരം നാം പിതാവായ ദൈവത്തെ സമീപിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ, പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടിയാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ സഭാ ശരീരത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം യേശു ക്രിസ്തുവുമായി ഐക്യമുണ്ട്. അതിനാൽ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടാൻ മറിയത്തിൻ്റെ മധ്യസ്ഥത തികച്ചും അനാവശ്യമാണ്. അതുമാത്രവുമല്ല, അപകടകരവുമാണ്. യേശു പലപ്പോഴും താൻ വെറും മാനുഷികമായ ബന്ധങ്ങൾക്ക് അതീതനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദൈവത്തോടുള്ള വിധേയത്വത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന തന്നോടുള്ള വ്യക്തിപരമായ ആത്മീയ ബന്ധം മാനുഷികമായ ജഡിക ബന്ധങ്ങളെക്കാൾ വളരെയധികം പ്രധാനവും ഉന്നതവുമാണ് എന്ന് യേശു പഠിപ്പിച്ചു. മറിയത്തിന് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സാധിച്ചതൊക്കെയും മരണശേഷവും സാധിക്കുമെന്ന് അനുമാനിക്കുന്നത് ബൈബിൾ പരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്തതും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതും ദൈവ സത്യത്തിന് വിരുദ്ധവുമാണ്.